അല്ലദീന ഒരു കൂട്ടർ അഥവാ ഒരു കൂട്ടർ ബദലും മിനല്ലദീന കബലു ഇതിന് മുമ്പുള്ള ആ അല്ലദീനയുടെ ബദലാണ്. ഏതാ ഇതിന് മുമ്പുള്ള അല്ലദീന? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അല്ലദീന യത്തഖിദൂനൽ കാഫിരീൻ എന്ന് പറഞ്ഞല്ലോ, കാഫിരീങ്ങളെ പിൻപറ്റുന്ന ഒരു കൂട്ടർ. അല്ലദീന അഥവാ യാതൊരു കൂട്ടർ, അല്ലെ, അതായത് യാതൊരു കൂട്ടർ യതറബ്ബസൂന അവർ പ്രതീക്ഷിച്ച് നിൽക്കും, യന്തളിറൂന അവർ പ്രതീക്ഷിക്കും, ബിക്കും നിങ്ങൾക്ക് അദ്ദവാഇറ ദായിറത്തുകളെ, ദായിറത്തിന് ജമാണ് ദവായിർ, നിങ്ങൾക്ക് എന്തെങ്കിലും വിപത്തുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. അതായത് നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഈ ഒരു എന്ത് വിചാരിക്കുക, ഇവർ യുദ്ധത്തിന് എന്തേലും പറ്റുമായിരിക്കും, മിക്കവാറും എന്തേലും അപകടം പറ്റുമായിരിക്കും എന്ന് ഇവർ പ്രതീക്ഷിക്കും ഈ ആളുകൾ, അല്ലെ, ഈ കാഫിര്യങ്ങളെ കൂട്ടുകൂടുന്ന അല്ലദീന യത്തഖിദൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീങ്ങളെ കൂടാതെ കാഫിര്യങ്ങളെ കൂട്ടുകൂട്ടുന്ന ചില മുനാഫിക്കീങ്ങളുണ്ടല്ലോ, അവരിങ്ങനെ പ്രതീക്ഷിക്കും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിപത്ത് വരുമെന്ന്. ഫഇൻ കാന ലക്കും ഫത്ഹുൻ, ഇനി നിർഭാഗ്യവശാൽ, അതായത് നമ്മളെ സംബന്ധിച്ച് ഭാഗ്യവശാൽ, ഈ മുനാഫിക്കീങ്ങളെ സംബന്ധിച്ച് നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് എങ്ങനെ, അതായത് മുഅ്മിനീങ്ങൾക്ക് വല്ല ഫത്ഹും ഉണ്ടായാൽ, എന്തെങ്കിലും വിജയമുണ്ടായാൽ, ലഫറുൻ എന്തെങ്കിലും വിജയം അല്ലെ നേടിയെടുക്കുക, വിജയം, ഗനീമത്ത് യുദ്ധാർജിതം മുതലൊക്കെ കിട്ടിയാൽ, മിനല്ലാഹ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നെങ്കിലും കിട്ടിയാൽ, കാലൂ ഇവർ പറയും, മുനാഫിക്കുകൾ പറയും, അലം നിങ്ങളോട് ലക്കും, നിങ്ങളോട് പറയും, എന്ത് പറയും? മുഅ്മിനീങ്ങളോട് ഈ മുനാഫിക്കുകൾ പറയുന്നു, അലം നക്കും മഅക്കും, നമ്മൾ നിങ്ങളോടൊപ്പം ആയിരുന്നില്ലേ, ദീനിൻ്റെ വിഷയത്തിൽ, വൽ ജിഹാദ് യുദ്ധത്തിൻ്റെ വിഷയത്തിലും. അപ്പം യുദ്ധത്തിൻ്റെയും ദീനിൻ്റെയും വിഷയത്തിൽ നമ്മൾ നിങ്ങളോടൊപ്പം ആയിരുന്നില്ലേ, ഫഅതൂന മിനൽ ഗനീമ, അതുകൊണ്ട് ആയത്തൂ നിങ്ങൾ നൽകുക ഞങ്ങൾക്ക് മിനൽ ഗനീമത്ത് മുതൽ എന്തെങ്കിലുമൊക്കെ നമുക്കെന്താ, നമ്മൾ സംഗതി ഒരു മുനാഫിക്കുകളാണ്, ഈ ഒരു ജിഹാദിൻ്റെ കൂട്ടത്തിലൊന്നും മിക്കവാറും പോകില്ല, ചിലർ പേടിച്ചിട്ട് പോകും, ചിലർ പരമാവധി എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിരിക്കും. അപ്പം യുദ്ധം ചെയ്തെന്ന് വെച്ചാൽ യുദ്ധം ചിലപ്പോൾ ചെയ്യൂല, പക്ഷെ യുദ്ധത്തിന് പോകാൻ അത് ഇത് കാരണം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കും. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഒപ്പം വിശ്വസിച്ച ആളൊക്കെ അല്ലേ, നമുക്ക് നിങ്ങൾക്ക് കിട്ടിയ യുദ്ധാർത്ഥി മുതൽ എന്തെങ്കിലും താ എന്ന് ഈ മുനാഫിക്കുകൾ മുഅ്മിനീങ്ങൾ ആവശ്യപ്പെടും, മുഅ്മിനീങ്ങൾക്ക് വിജയം ഉണ്ടാകും. ഇനി നിർഭാഗ്യവശാൽ നമുക്കെന്താണ് പരാജയമാണെങ്കിൽ, അതാ പറഞ്ഞു വൈൻ കാനലിൽ കാഫിരീന, ഇതിങ്ങനെ പറയുന്നത് വൈൻ കാനൽ കാഫിരീൻ, ഇനിയിപ്പോൾ എന്താണ് കാഫിരീങ്ങൾക്കാണുള്ളതെങ്കിൽ നസീബുൻ വിഹിതം, മിനൽ ലഫ്രി അലൈക്കും, നിങ്ങളുടെ മേൽ വിജയിക്കലിനുള്ള ഒരു വിഹിതം കാഫിരീങ്ങൾക്കാണ് കിട്ടിയത്. അതായത് നിങ്ങളുടെ മേൽ ഇപ്പം ഈ യുദ്ധത്തിൽ കാഫിരീങ്ങൾ വിജയിച്ചെന്ന് വെച്ചോ, അപ്പോൾ കാലു ഈ മുനാഫിക്കീങ്ങൾ പറയും ലഹും ഈ കാഫിരീങ്ങളോട്, അലം നസ്തഹവിദ്, അല്ലേ, അലം നസ്തഹവിദ് അലൈക്കും എന്ന് വെച്ചാൽ നസ്തൗലി അലൈക്കും എന്നാണ്, നസ്തൗലി അലൈക്കും, നസ്തൗലി അല്ലേ, ഇസ്തൗല യസ്തൗലി അങ്ങനെ വരുന്ന ആ നസ്തൗലിയാണ്, മുളാരിയാണ്. അപ്പോൾ അലം നസ്തൗലി അലൈക്കും എന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങളോട് എന്തായിട്ടില്ലേ, ചങ്ങാത്തം കൂടിയില്ലേ, നിങ്ങളോടൊപ്പം നമ്മൾ എന്താണ് ചങ്ങാത്തത്തിൽ ഏർപ്പെട്ടിട്ടില്ലേ. അതായത് ശരിക്കും അങ്ങനെ തന്നെയാണ്, കാഫിര്യങ്ങളോടാണ് ഇവർ മുനാഫിക്കങ്ങൾ ശരിക്കും ചങ്ങാത്തം ഉള്ളത്, ആത്മാർത്ഥമായ ചങ്ങാത്തം അവരോടാണ് ഉള്ളത്. വനഖദിർ അല അഹദിക്കും വ ഖത്ലിക്കും, വനഖദിർ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു, ഞങ്ങൾക്ക് കഴിയുമായിരുന്നു, അല അഹദിക്കും നിങ്ങളെ പിടികൂടലിൻ്റെ മേൽ, വ ഖത്ലിക്കും നിങ്ങളെ കൊല്ലലിൻ്റെ മേൽ. അലം നസ്തഹവിദ്, ഒരു മിനിറ്റ്, ഇങ്ങനെയായിരുന്നു കേട്ടോ, അവിടെ ഇങ്ങനെയായിരുന്നു, അലം നസ്തൗലി, നസ്തഹവിദ് എന്ന് വെച്ചാൽ അലം നസ്തൗലി. ഇസ്തീലാ എന്ന് പറയാറുണ്ടല്ലോ, ഇസ്തീലാ അധികാരം നേടുക, ഫത്തുൽമിൻ്റെ ഒക്കെ അവസാനത്തിനുണ്ട് ഇസ്തീലാ, അടിമക്കെതിരെ ഇസ്തീലാ നടത്തിയിട്ട് അടിമയാക്കുക, കാഫിറിനെ ഇസ്തീലാ നടത്തിയിട്ടൊക്കെ അടിമയാക്കുക. അപ്പം എന്താണ്, നിങ്ങൾക്കെതിരെ നമ്മൾക്ക് അധികാരം ഉണ്ടായിരുന്നില്ലേ, വനഖദിർ നമുക്ക് കഴിയുമായിരുന്നല്ലോ, അലാഹദിക്ക് നിങ്ങളെ പിടികൂടുന്നതിന് മേൽ, വഖത്തിലേക്ക് നിങ്ങളെ കൊല്ലാനൊക്കെ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു. അപ്പം കാഫിരീങ്ങളോട് മുനാഫിക്കുകൾ പറയാണ്, ഞങ്ങൾ വിചാരിച്ചിരുന്നു നിങ്ങളുടെ മേലെ നമുക്ക് അധികാരം നേടിയെടുക്കാമായിരുന്നു, നിങ്ങളെ പിടികൂടാമായിരുന്നു, നിങ്ങളെ കൊന്നുകളയാമായിരുന്നു, എന്നിട്ടും അബഖൈന ഞങ്ങൾ ബാക്കിയാക്കി അലൈക്കും നിങ്ങളുടെ മേൽ, അതായത് നിങ്ങളെ വെറുതെ വിട്ടുപോകുന്നു, നിങ്ങൾ നമ്മൾ എന്നിട്ടും വെറുതെ വിട്ടുപോകുന്നു. അപ്പോൾ പിന്നെ അലം നംനഅക്കും നാം നിങ്ങളെ തടഞ്ഞില്ലേ, മിനൽ മുഅ്മിനീന മുഅ്മിനീങ്ങളെ തൊട്ട് ഞാൻ നിന്നെ തടഞ്ഞില്ലേ, മുഹമ്മദിൻ്റെ ടീമിനെ തൊട്ട് നിങ്ങളെ നമ്മൾ തടഞ്ഞില്ലേ. നീ മുനാഫിക്കുകൾ കാഫിരിങ്ങളോട് ചോദിക്കും, എന്തിനെ തൊട്ട്? ഐ യഗ്ഫറൂ ബിക്കും, ഈ മുഹമ്മദിൻ്റെ ടീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക്, അപ്പോൾ ലഫറ ബാഗ് കൊണ്ട് വിട്ടെടുക്കുമെന്നാണ് തോൽപ്പിക്കുക എന്നാണ്, നിങ്ങൾക്കെതിരെ വിജയം നേടുക, അല്ലെ, നിങ്ങൾക്കെതിരെ വിജയം നേടുക, മുഹമ്മദിൻ്റെ ടീം വിജയം നേടുന്നതിനെ തൊട്ട് നിങ്ങളെ നാം തടഞ്ഞില്ലേ. എങ്ങനെ വിജയം നേടുന്നത്? അല്ല, വിജയം തേടുന്നതിനെ തടഞ്ഞ എങ്ങനെയാ? തടഞ്ഞതിൻ്റെ രൂപം പറയാണ്, ബി തഖ്ലീദിഹിം അവരോട് പറ്റിക്കൂടൽ കൊണ്ട്, അതായത് ഞങ്ങൾ മുഅ്മിനീങ്ങളോടുകൂടി ഒട്ടിച്ചേർന്ന് നിന്നു, അല്ലേ. ഹല്ലദ എന്നൊക്കെ വെച്ചാൽ അഹല്ലദ എന്ന് വെച്ചാൽ പറ്റിക്കൂടി നിൽക്കാന്നാണ്. ഇലയോ അല്ലെങ്കിൽ ഇല കൊണ്ടൊക്കെയാണ് കൂടുതലും വിട്ട് കിടക്കുക.
അപ്പോൾ ഇവിടെ ഇപ്പം മസ്തറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഹല്ലതയില്ല അല്ലെങ്കിൽ അഹലതയില്ല എന്ന് വെച്ചാൽ ഒരാളോട് പറ്റിക്കൂടാന്ന്. അപ്പം നമ്മളെന്ത് ചെയ്യും? മുഹമ്മദിൻ്റെയും ടീമിൻ്റെയും കൂടെ പറ്റിക്കൂടി നിൽക്കും. നമ്മൾ മുഅ്മിനീങ്ങളാണ്, പ്രത്യക്ഷത്തിൽ മുഅ്മിനീങ്ങളായിക്കൊണ്ട് നമ്മൾ പറ്റിക്കൂടി നിൽക്കും. എന്നിട്ട് മുറാസലത്തിക്കും നിങ്ങൾക്ക് കത്തയച്ചു തരും. ബി അഖ്ബാരിഹിം അല്ലെങ്കിൽ വിവരങ്ങൾ അറിയിക്കും. ബി അഖ്ബാരിഹിം അവരുടെ വിവരങ്ങളുമുണ്ട്. മുഅ്മിനീങ്ങൾ സൈന്യത്തിന് കോപ്പ് കൂട്ടുന്നുണ്ട്, യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് അവരുടെ സൈന്യം പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കത്തയക്കും, അല്ലെങ്കിൽ വിവരങ്ങൾ നമ്മൾ കൈമാറുമായിരുന്നു നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യൽ കൊണ്ട് ഈ മുഅ്മിനീങ്ങളെ തൊട്ട് നമ്മൾ തടഞ്ഞല്ലോ. അവർ നിങ്ങൾക്കെതിരെ വിജയം നേടുന്നതിനെ തൊട്ട് നമ്മൾ തടഞ്ഞല്ലോ അല്ലേ? അതെല്ലാം നമ്മുടെ അനുഗ്രഹമല്ലേ? എന്നിട്ട് ഫലനാലയിക്കും, അതുകൊണ്ട് നമുക്കാണുള്ളത് നിങ്ങളുടെ മേൽ അൽ മിന്നത്തുള്ളത്. അതായത് നമ്മളാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അല്ലേ, മിന്നത്തൊക്കെ ഈ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്നേന്ന് പറയും. അല്ലെങ്കിൽ ചെയ്തത് എടുത്തു പറയാനുള്ള അധികാരം നമുക്കുണ്ട്. മിന്നത്തിന് പല അർത്ഥമുണ്ടല്ലോ. എന്താണ് ഇത് ചെയ്തു കൊടുക്കുക, എന്തിനാന്ന് വെച്ചാൽ എന്താണ് ചെയ്തതിന് എടുത്തു പറയുക. അപ്പം നമുക്കതിനുള്ള ഇതുണ്ട്. നിങ്ങളുടെ മേലുള്ള ആ ഒരു അതിൻ്റെ എന്താ പറയുക ക്രെഡിറ്റ് നമുക്കുള്ളതെന്ന് പറയും. കാലത്ത് അല്ലാഹു തആല പറയുകയാണ്, ഫല്ലാഹു യഹ്കുമു ബൈനക്കും, അല്ലാഹു നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കും, വബൈനഹും അവർക്കിടയിലും യൗമൽ ഖിയാമ അന്ത്യദിനത്തിൽ, ബിഅൻ യുഖ്ലിദകുമുൽ ജന്ന നിങ്ങൾക്ക് യുദ്ഖിലകുമുൽ ജന്ന നിങ്ങൾ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കൽ കൊണ്ട്, വയുദ്ഖിലഹുമുൻ നാർ അവരെ അല്ലാഹു നരകത്തിലും പ്രവേശിപ്പിക്കൽ കൊണ്ട്, വലൻ യജഅലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും ആക്കുകയില്ല ലിൽ കാഫിരീന കാഫിരീങ്ങൾക്ക് അലൽ മുഅ്മിനീന മുഅ്മിനീങ്ങൾക്കെതിരെ സബീല ഒരു വഴിയും തരീക ഒരു പാതയും ബിൽ ഇസ്തിസാൽ കൊണ്ട് എന്ന് വെച്ചാൽ ഉന്മൂലനം ചെയ്യാൻ ഒരു വഴി ഒഴുക്കൂല. അതായത് ലോകത്തുള്ള എല്ലാവരും മുസ്ലിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയാലും മുസ്ലിങ്ങളുടെ ഉന്മൂലനം ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. ഇസ്തിസാൽ അസിലടക്കം എടുക്കാന്നാണ്, ഉന്മൂലനം ചെയ്യുക, പൂർണ്ണമായിട്ട് നശിപ്പിക്കുക, വേരോടുകൂടി പിഴുതെറിയെന്നൊക്കെ അർത്ഥം. ഇന്നൽ മുനാഫിഖീന നിശ്ചയം കപട വിശ്വാസികൾ യുഖാദിഊനല്ലാഹ അല്ലാഹുവിനെ അവർ വഞ്ചിക്കുകയാണ്, ബി ഇൽഹാരിഹിം അവർ പ്രകടമാക്കൽ കൊണ്ട്, അവരുടെ പ്രകടമാക്കൽ കൊണ്ട്, ഖിലാഫ മ ഒന്നിൻ്റെ എതിരിന് ഖിലാഫ എന്നുള്ളത് ഇൽഹാറിനെ ഇൽഹാരിഹിം ആ ഹിം എന്നുള്ള ആ ലമീർ ഉണ്ടല്ലോ, അത് അതിൻ്റെ ഫായിലാണ്. ഫായിലേക്ക് ഖിലാഫത്ത് ചെയ്തു, എന്നിട്ട് അതിൻ്റെ മഫൂലാണ്, ഇൽഹാറിൻ്റെ മഫൂലാണ് ഖിലാഫ എന്നത്. അപ്പോൾ ഒന്നിൻ്റെ എതിരിന് എങ്ങനെ തോന്നുന്നു? അബത്തനു അവരതിനെ ഗോപ്യമാക്കി വെക്കുന്നു. അവർ ഗോപ്യമാക്കി വെക്കുന്ന ഒന്നിൻ്റെ എതിര്. അവർ വെക്കുന്ന എന്തിനാൽ മിനൽ കുഫ്രി സത്യനിഷേധത്തെ. അപ്പോൾ സത്യനിഷേധത്തെ അവർ മറച്ചു വെക്കുകയാണ്. എന്നിട്ട് ആ സത്യനിഷേധത്തിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? സത്യവിശ്വാസം. അതിനെ അവർ വെറുതെ പ്രകടമാക്കുക, ഉള്ളിൽ കുഫറും പുറത്ത് ഈമാനും കൊണ്ട് അടക്കുക. അങ്ങനെ അവർ അള്ളാനെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? എന്തിനാണ് അങ്ങനെ അവർ വഞ്ചിക്കുന്നത്? അതിൽ യദ്ഫഉ അൻഹും അവരെ തൊട്ട് തടയാൻ വേണ്ടി അഹ്കാമഹു ദുനിയവിയ അല്ലേ, അഹ്കാമഹു ഈ കുഫറിന്റെ വിധികൾ, ദുനിയവിയ ദുനിയാവിൽ കിട്ടുന്ന കുഫറിന്റെ വിധികൾ, കാഫിര്യങ്ങൾക്കെതിരെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശർഈ നിയമം, കാഫിര്യങ്ങൾക്കെതിരെ എന്തെല്ലാം നടപടികൾ എടുക്കുമോ അത്തരം ഹുക്കുമുകൾ, അത്തരം വിധികൾ തങ്ങൾക്ക് ഉണ്ടാവാതെ തങ്ങളെ തൊട്ട് അത്തരം വിധികളെ തടയാൻ വേണ്ടി മുനാഫിഖീങ്ങൾ പരസ്യമായിട്ട് എന്താണ് ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറയും, പക്ഷേ രഹസ്യത്തിൽ അവരെന്താണ് കാഫിരീങ്ങളാണ്. എന്നാൽ വഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാദിഉഹും അള്ളയാണ് അവരെ വഞ്ചിക്കുന്നത്. ശരിക്കും അള്ള വഞ്ചിക്കുമോ? അള്ള വഞ്ചിക്കൂല. അത് പദത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് അതേ പദം പറയുന്ന ഒരു പ്രയോഗമാണ്, നമ്മുടെ ഇൽമുൽ ബദീലുള്ള ഒരു പ്രയോഗമാണ്. അള്ള വഞ്ചിക്കുന്നൊന്നുമില്ല അല്ലേ? അപ്പം മുജാസിയും ഹാദിയും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മുജാസിയും അള്ള അവർക്ക് പകരം കൊടുക്കുന്നു. അവർ ഈ വഞ്ചിക്കുന്നതിന് അള്ള വഞ്ചനല്ല, അകപ്പെടുകയുമില്ല, അത് വേറെ വിഷയം. അവർ വഞ്ചിക്കാൻ നോക്കും, പക്ഷെ അള്ളാഹു ഈ വഞ്ചന നടത്തുന്നതിന് അതിനുള്ള ശ്രമത്തിന് അള്ള പകരം പ്രതിഫലം നൽകും അല്ലേ? അലാ ഖിദാഇഹിം അവരുടെ വഞ്ചനയുടെ മേൽ അവർക്കുള്ള പ്രതിഫലം നൽകും. എന്നിട്ട് ഫയഫ്തളിഹൂന അവർ വഷളാകും, അവർ മോശക്കാരായി തീരും. ദുനിയാവിൽ തന്നെ അവർക്ക് വഷളത്തരായിരിക്കും ഉണ്ടാവുക. എങ്ങനെ? ബിത്തിലാ ഇല്ലാഹി നബിയഹു അള്ളാഹു നബി നമുക്ക് അറിയിച്ചു കൊടുക്കും. അലാമ ഒന്നിനെ അബ്തനൂഹു അലാമ ഒന്നിൻ്റെ മേലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അലാമ ഒന്നിനെ എന്ന് വെച്ചാൽ മതി. അപ്പോൾ അല എന്നുള്ളത് അറബിയുടെ പ്രയോഗമാണ്, അങ്ങനെ മലയാളിയായിരിക്കും ഇങ്ങനെ വരും, നല്ലൊരു മലയാളത്തിൽ കേട്ടോ. അബത്തനൂഹ് അവർ ഉള്ളിൽ മറച്ചു വെക്കുന്ന എന്താണോ അതിനെ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കൽ കൊണ്ട്, ബിത്തിലായി അല്ല ബി ഇത്തിലായി കേട്ടോ, അറിയിച്ചു കൊടുക്കുക. ഇത്തിലാന്ന് വെച്ചാൽ അറിയലാണ്, ബി ഇത്തിലായി അറിയിച്ചു കൊടുക്കലാണ്. എന്നിട്ട് വയുആഖബൂന ഫിൽ ആഖിറ ആഖിറത്തിൽ അവർ ശിക്ഷിക്കപ്പെടൽ കൊണ്ട് അവരാകെ വഷളാവുകയുള്ളൂ ചെയ്യുക. അപ്പോൾ അള്ളാഹ് അവരെ വഞ്ചിക്കുന്നു വെച്ചാൽ അള്ളാഹ് അവർക്ക് അതിന് തക്കതായ പ്രതിഫലം കൊടുക്കുന്നതാണ്. പിന്നെ
വൈദാ ഖാമു അവർ നിന്നാൽ ഇല സ്വലാത്ത് നിസ്കാരത്തിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി അവർ നിന്നാൽ മുഅ്മിനീങ്ങളൊപ്പം നിന്നാൽ ഖാമു അവർ നിൽക്കും മുനാഫിക്കുകൾ നിൽക്കും നിസ്കരിക്കാനൊക്കെ. പക്ഷെ എങ്ങനെയാ? കുസാല മടിയന്മാരായിട്ട്, മുതസാഖിലീന കസ്ലാൻ അല്ല മടിയനല്ലേ, മുത്തസാഖിലീന അവർ തന്നെ ഭാരം ഉള്ള വല്ലാത്ത സകലുള്ള ഭാരമുള്ളതായിട്ട് തോന്നുന്ന വിധത്തിൽ, ഭാരമുള്ളതായിട്ട് എന്തോ ഒരു പ്രയാസം പിടിച്ചെന്തോ പണി പോലെ ആയിട്ടാണ് അവർ ചെയ്യുക. എന്തിനാ? യുറാഊൻ എന്നാസ് അവർ തന്നെ ജനങ്ങളെ കാണിക്കുന്നതായ നിലയ്ക്ക് ബിസ്റാത്തിൻ തങ്ങളുടെ നിസ്കാരങ്ങൾ നമ്മൾ മുഅ്മിനീങ്ങളാണ് ആളുകൾ മനസ്സിലാവട്ടെ എന്ന് തോന്നാൻ വേണ്ടി അവർ നിസ്കരിക്കും. വലാ യദ്കുറൂന അല്ലാഹ് അല്ലാഹുവിനെ അവർ ഓർക്കുകയില്ല, യുസല്ലൂന അവർ നിസ്കരിക്കുകയില്ല അല്ലേ, അതായത് ഇല്ല കലീല കുറഞ്ഞതായിട്ടല്ലാതെ റിയാദ് കാരണത്താൽ, അവരുടെ റിയാദ് കാരണത്താലായിട്ട് അള്ളാഹുവിനെ അവർ ഓർക്കൂല എന്ന് വെച്ചാൽ അവർ നിസ്കരിക്കൂല, വളരെ കുറച്ചേ നിസ്കരിക്കുള്ളൂ. നിസ്കരിക്കുന്നത് തന്നെ എന്താണ്? കാണിക്കാൻ വേണ്ടിയാണ്. ആ നിസ്കാരം തന്നെ എന്താണ്? കുറവാണ്. അപ്പോൾ യദ്കുറൂന അല്ലാഹ് എന്ന് വെച്ചാൽ യുസല്ലൂനാന്ന്, അവർ നിസ്കരിക്കൂല എന്ന്. അള്ളാഹിനെ ഓർക്കുന്നത് വെച്ചാൽ ഇവിടെ നിസ്കാരം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ നിസ്കരിക്കൂല കുറഞ്ഞ ആളുകളല്ലാതെ, അല്ലെങ്കിൽ കുറച്ചല്ലാതെ എന്ന് വെച്ചോ, അതായത് വളരെ കുറഞ്ഞേ ഉള്ളൂ നിസ്കരിക്കുകയുള്ളൂ. ആ നിസ്കരിക്കുന്ന കുറച്ച് നിസ്കരിക്കുക, എന്തിനാണ്? തൽക്കാലം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഇന്ന് ഇങ്ങനെ കുറച്ചാകുന്നത് അത് റിയാവുള്ളത് കാരണത്താൽ. ആത്മാർത്ഥം ഉണ്ടെങ്കിൽ അവർ കുറേ നിസ്കരിക്കൂലേ, അല്ലാതെ കുറേ ഓർക്കൂലേ. മുദബുദബീന അല്ലെ, മുദബുദബീന അവർ തന്നെ മുദബുദബുകളായിട്ട്, അതായത് മുത്തറദ്ദിദീന സംശയാലുക്കളായിട്ട്, ബൈനദാലിക് അതിൻ്റെ ഇടയിൽ, അതായത് അൽ കുഫ്രി വൽ ഈമാൻ കുഫറിൻ്റെ ഈമാൻ്റെ ഇടയിൽ. അതാണോ ശരി? കാഫിര്യങ്ങളുടെ വശമാണോ അതോ മുഅ്മിനീങ്ങളുടെ വശമാണോ ശരി എന്നുള്ളത് ഇടയാട്ടം അല്ലെ, സംശയാലുക്കളായ നിലക്ക്. ലാ മൻസൂബീന അവർ ചേർക്കപ്പെടാത്തതായ നിലക്ക്, ലാ മൻസൂബീന അവർ തന്നെ ചേർക്കപ്പെടാത്തതായ നിലക്ക്, ഇലാ ഹാവുലായി അക്കൂട്ടരിലേക്ക് അല്ല ഹാവുലായി എന്ന് പറയുമ്പോൾ അക്കൂട്ടരിലേക്ക്, അതായത് ഉദ്ദേശം രണ്ട് അക്കൂട്ടർ വരുന്നുണ്ട്. അയിൽ കുഫാർ കാഫിരീങ്ങളോട് അവർ ചേർക്കപ്പെടാൻ പറ്റൂല, വലാ ഇലാ ഹാവുലായി ഇക്കൂട്ടരിലേക്കും ചേർക്കപ്പെടാൻ പറ്റൂല, അയിൽ മുഅ്മിനീങ്ങളോടും ചേർക്കപ്പെടാൻ പറ്റാത്ത വിധത്തിൽ. അപ്പോൾ മുഅ്മിനും അല്ല കാഫിറും അല്ല, പിന്നെന്താണ്? മുനാഫിക്കാണ് സംഗതി. ഈ മുനാഫിക്ക് യഥാർത്ഥത്തിൽ പെടുന്നതിലാണ്, കാഫിറിലാണ്. സംഗതി അവരെ പറ്റി പറയാണ്, അവർ കുഫർ പരസ്യമായിട്ട് പറയാത്തതുകൊണ്ട് അവരൊരു മൂന്നാമതായിട്ട് തിരിച്ചേക്കാണ്. ഹസൻ ബസ്രിയൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മൂന്നാമത്തെ ഒരു വിഭാഗമാണ് മുനാഫിക്ക് എന്നുള്ളത്. അത് ദുർബലമായ അഭിപ്രായമാണ്. നമ്മൾ മുഅ്തസിലിയാക്കൾ പറയാറുണ്ടല്ലോ, എന്താണ് പാവം പ്രവർത്തിച്ച ആൾ മുഅ്മിനല്ല എന്നുള്ളതിൽ. പാവം പ്രവർത്തിച്ച ആൾ മുഅ്മിനല്ല, അയാൾ മുഅ്മിനും അല്ല, എന്താണ് കാഫിറും അല്ല, വേറൊരു തെറ്റാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഹസൻ ബസ്രി അങ്ങനെ അഭിപ്രായം, ഹസൻ ബസ്രി മുഅ്തസിലല്ല കേട്ടോ റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം ഏതാണ്ട് അതുപോലത്തെ ഒരു അഭിപ്രായം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇത് ഉദ്ദേശിക്കുന്നതാണ്, മുഅ്മിനീങ്ങളോടും കാഫിര്യങ്ങളോടും ശരിക്കും ചേർക്കാൻ പറ്റൂല ഇവരെ. കാരണം കാഫിര്യങ്ങൾ എന്ന് വെച്ചാൽ പരസ്യമായിട്ട് കുഫർ പറയുന്ന ആളുകളാണ്. അങ്ങനെ മൂന്ന് വിഭാഗമായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ ശരിക്കും ഹുക്കും ആരുടെ ഇതിലാണ്? കുഫറിന്റെ ഹുക്കുമാണ് ഇവർക്കുള്ളത്. അത് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ. വമൻ യുദ്ലിലില്ലാഹു ആരെങ്കിലും അള്ളാഹു പിഴപ്പിച്ചാൽ ഫലൻ തജിദ ലഹു അങ്ങ് അവന് വേണ്ടി എത്തിക്കൂല സബീല ഒരു മാർഗവും ഇലൽ ഹുദാ സന്മാർഗത്തിലേക്ക്. അള്ളാഹ് അവനെ പിഴപ്പിക്കണം എന്ന് വിചാരിച്ചാൽ നബിയെ അങ്ങ് നോക്കിയാൽ ഒന്നും അവനൊരു വഴിയും കണ്ടെത്താൻ കഴിയില്ല ഹുദയിലേക്കുള്ള. യാ അയ്യുഹല്ലദീന ആമനു അല്ലേ സത്യവിശ്വാസികളെ, ലാ തത്തഖിദുൽ കാഫിരീൻ നിങ്ങൾ കാഫിരീങ്ങളാക്കല്ലേ, ഔലിയാ ഉറ്റമിത്രങ്ങളാക്കല്ലേ, മിൻ ദൂനിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളെ കൂടാതെ മുഅ്മിനീങ്ങളാക്കിക്കോ. അതാ കാഫിര്യങ്ങൾ ഉറ്റമിത്രമാക്കാൻ നിൽക്കണ്ട. അതുരീദൂന നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ അൻതജ്അലൂ നിങ്ങൾ ആക്കലിനെ ലില്ലാഹി അള്ളാഹുവിന് അലൈക്കും നിങ്ങൾക്കെതിരെ ബിമുവാലാത്തിഹിം നിങ്ങൾ ആ കാഫിരീങ്ങളോട് ചെങ്ങാത്തം കൂടിയതിൻ്റെ പേരിൽ അള്ളാഹുവിന് നിങ്ങൾക്കെതിരെ എന്തുണ്ടാവുക? സുൽത്താന മുബീന വ്യക്തമായൊരു തെളിവുണ്ടാവുക, ബുർഹാനം ബയ്യിനൻ വ്യക്തമായൊരു തെളിവ്, അലാ നിഫാഖിക്കും നിങ്ങളുടെ കാപട്യത്തിന് മേൽ. നിങ്ങൾ മുനാഫിക്കീങ്ങളാണ് എന്നതിന് അള്ളാഹുവിനൊരു തെളിവുണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താക്കാൻ പാടില്ല? നിങ്ങൾ കാഫിര്യങ്ങളുടെ എന്താൻ പാടില്ല? ഉറ്റമിത്രം അല്ലെ, ഉറ്റ സൗഹൃദം വെച്ച് പുലർത്താൻ പാടില്ല. തൽക്കാലത്തേക്കൊക്കെ ദുനിയാവിൻ്റെ എന്തെങ്കിലും കാര്യത്തിന് കാണുന്നല്ലാതെ എങ്കിലും ബന്ധം എന്ന് വെച്ചാൽ അല്ലാതെ ഒരു ഉറ്റമിത്രം അത് മുഅ്മിനേ പറ്റുള്ളൂ. ഇന്നൽ മുനാഫിഖീന നിശ്ചയം കപട വിശ്വാസികൾ ഫിദ്ദർക്കി അല്ലെ, ദർക്ക് എന്ന് വെച്ചാൽ അൽ മക്കാൻ സ്ഥലത്തിലാണ്, അൽ അസ്ഫൽ താഴ്ന്ന സ്ഥലത്തിലാണ് മുനാഫിഖീങ്ങൾ ഉണ്ടാവുക. മിനന്നാർ നരകത്തിൽ നിന്നും താഴ്ന്ന സ്ഥലം, വഹു അത് കഅറുഹ നരകത്തിൻ്റെ കഅറാണ്. കഅർ എന്ന് വെച്ചാൽ അടിത്തട്ടാണ്. വലൻ തജിദ ലഹും അവർക്കങ്ങ് എത്തിക്കുകയില്ല നസീറ ഒരു തടഞ്ഞ് സഹായിക്കുന്ന ഒരാളെയും, മാനിയ മിനൽ അദാബ് ശിക്ഷയെ തൊട്ട് തടഞ്ഞ് സഹായം നൽകുന്ന ഒരാളെ അങ്ങ് അവർക്ക് വേണ്ടി എത്തിക്കൂല, ഒരാളുണ്ടാവില്ല അവർക്ക്. ഇല്ലല്ലദീന ഒരു കൂട്ടരൊഴികെ താബു അവർ പശ്ചാത്തപിച്ച് മടങ്ങി മിനൻ നിഫാഖ് കപട വിശ്വാസത്തിൽ നിന്നും
അല്ലെ, നിഫാഖിൽ നിന്നും ഇസ്ലാമിലേക്ക് വന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അസ്ലഹു അമലഹും, എന്നിട്ട് അവരുടെ അമലിനെയൊക്കെ അവർ നന്നാക്കി. വഅതസമു, അവർ മുറുകെ പിടിച്ചു. വസഖു, അവർ മുറുകെ പിടിച്ചു. ബില്ലാഹ്, അള്ളാഹുവിനെ. വഅഖ്ലസു, അവർ നിഷ്കളങ്കമാക്കി. ദീനഹും, അവരുടെ ദീനിനെ. ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി മാത്രം തനിപ്പിച്ചു. പിന്നെ റിയാനെ തൊട്ട്, അല്ലെ, ലോകമാന്യതയൊക്കെ തൊട്ട് അവർ തന്നിപ്പിച്ച് അള്ളാഹുവിന് വേണ്ടി മാത്രം ഇഖ്ലാസോടുകൂടി അവർ ഇബാദത്തൊക്കെ എടുക്കാൻ തുടങ്ങി. ഫഉലൈക, അക്കൂട്ടർ മുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളുടെ കൂടിയാണ്. അപ്പോൾ ഫലാ യുതൗന ഫലാ യുതൗനഹു, അവർക്കെന്താവൂല, നൽകപ്പെടുകയില്ല. അല്ലെ, അതാ യുതി, പിന്നെ മജ്ഹൂലാകുമ്പോൾ യുക്തൗന, അവർക്ക് നൽകപ്പെടുകയില്ല. ഹു, അതിനെ, അവർക്ക് ആ ശിക്ഷ ഒന്നും എന്താവൂല, നൽകപ്പെടുകയില്ല. വസൗഫ യുതില്ലാഹു, പിന്നെ അള്ളാഹു എന്ത് ചെയ്യും, മുഅ്മിനീങ്ങൾ യുതില്ലാഹു, അള്ളാഹ് നൽകും മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് അജ്റൻ അളീമ, വമ്പിച്ച പ്രതിഫലം നൽകും. അല്ല, സോറി, ഫല അല്ല കേട്ടോ, ഫീമാ യുതൗനഹു എന്നാണ്. അപ്പോൾ അവർ മുഅ്മിനീങ്ങളുടെ കൂടെയാണ്. ഫീമ, ഒന്നിൽ, യുതൗന, അവർക്ക് നൽകപ്പെടുന്ന വിഷയത്തിൽ, മുഅ്മിനീങ്ങൾക്ക് നൽകപ്പെടുന്ന വിഷയത്തിൽ നൽകപ്പെടുന്നു. ഹു, അതിന്, അങ്ങനെയുള്ള ഒന്നിൽ, അതായത് മുഅ്മിനീങ്ങൾക്ക് എന്താ നൽകുന്ന വലിയ പ്രതിഫലം നൽകൂലേ, ആ നൽകപ്പെടുന്ന അതിൻ്റെ വിഷയത്തിൽ, ആ വലിയ പ്രതിഫലത്തിൻ്റെ വിഷയത്തിൽ മുഅ്മിനീങ്ങളുടെ കൂടെയാണ്. ആദ്യം മുനാഫിക്കായി, പിന്നെ അവർ നന്നായി തീർന്ന ആളുകളും മുഅ്മിനീങ്ങളോടൊപ്പമാണ് ഈ ഒരു വിഷയത്തിൽ. വസൗഫ യുതില്ലാഹു, പിന്നീട് അല്ലാഹു നൽകാൽ മുഅ്മിനീങ്ങൾക്ക് അജ്റൻ അളീമ, വമ്പിച്ച പ്രതിഫലം. ഫിൽ ആഖിറതി, ആഖിറത്തിൽ. ഹുവൽ ജന്ന, സ്വർഗ്ഗമാണ്. മാ യഫ്അലുല്ലാഹു, അല്ലാഹു ചെയ്യുന്നില്ല. ബിഅദാബികും, അള്ളാഹു പ്രവർത്തിക്കുന്നില്ല. ബി അദാബിക്കും, നിങ്ങളെ ശിക്ഷിക്കൽ കൊണ്ട് അള്ളാഹ് പ്രവർത്തിക്കുന്നില്ല. അല്ല, മാ യഫ്അലുല്ലാഹു ബി അദാബിക്കും ഇൻ ശകർത്തും വ ആമൻതും. അല്ലേ, മാ യഫ്അലുല്ലാഹു, അള്ളാഹ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കട്ടെ. ഇവിടെ മാ യഫ്അലുല്ലാഹു ബി അദാബിക്കും, അവിടെ എന്താണ് അള്ളാഹ് ചെയ്യുന്നത്? ബി അദാബിക്ക്, നിങ്ങളെ ശിക്ഷിക്കുന്നത് കൊണ്ട്. ഇനി ശക്കർത്തോ, നിങ്ങൾ നന്ദി ചെയ്താൽ, നിഅമഹു, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന്. വ ആമൻതും ബിഹി, നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുകയും ചെയ്താൽ. അപ്പോൾ അള്ളാഹുവിനെ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യാണ് നിങ്ങളെ ശിക്ഷിക്കുന്നതുകൊണ്ട് അള്ളാഹ് എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പം വലിസ്തിഫാം, ഇവിടുത്തെ ചോദ്യം ബി മഅനൻ നഫി, നഫിയുടെ അർത്ഥത്തിലാണ്. അതായത് ലായു അദിബുക്ക്, അള്ളാഹ് ശിക്ഷിക്കൂലാന്ന്. നിങ്ങളെ അള്ളാഹ് എന്താ ശിക്ഷിക്കുക, എന്തിനാ ശിക്ഷിക്കുക? അള്ളാഹ് ശിക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങളെ വിശ്വസിച്ചാൽ? അപ്പോൾ അള്ളാഹ് ശിക്ഷിക്കൂല. അപ്പം നഫിയുടെ അർത്ഥത്തിലുള്ള ഇസ്തിഫാമാണ്. മാ യഫ്അലു, ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ, ചെയ്യുന്ന, എന്താണ് ചെയ്യുന്നത്, നിങ്ങളെ ശിക്ഷിക്കുന്നതുകൊണ്ട് എന്താണ് അവിടെ അള്ളാഹ്ക്ക് കാര്യമുള്ളത്, മനസ്സിലായല്ലോ. വകാന അല്ലാഹു, അല്ലാഹു തആല ആണ്, ഷാക്കിറൻ ലി അഅമാലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ അമലുകൾക്ക് നന്ദിയുള്ളവനാണെന്ന് വെച്ചാൽ, അള്ളാഹ് നന്ദി ഉണ്ടാവുമെന്ന് വെച്ചാൽ പ്രതിഫലം കൊടുക്കുന്നവനാണ്. ബിൽ ഇസാബത്തി, പ്രതിഫലം നൽകലുകൊണ്ട്. അലീമൻ ബിൽ ഖൽഖിഹി, തൻ്റെ സൃഷ്ടികളെ പറ്റി അറിയുന്നവനാണ് വിശാലമായിട്ട്.